ഹാപ്പി ആയിരിക്കുവാൻ വേണ്ടി, അതെ, എന്നും എപ്പോഴും ഹാപ്പി ആയിരിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? പലരുടെയും സംശയങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കി തരാം. ഒരിക്കലും ഒരു മനുഷ്യനും 100% എന്നും എപ്പോഴും 24/7 എന്നുള്ള രീതിയിൽ ഹാപ്പിനെസ് കീപ്പ് ചെയ്ത് ഇരിക്കുവാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും മനുഷ്യന്മാരാണ്. നാം ഓരോരുത്തർക്കും അതിൻ്റെതായ സ്ട്രഗിൾസ്, ഹാപ്പിനെസ്, സാഡ്നെസ്, ഇങ്ങനെ പല പല വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചില മാറ്റങ്ങളാണ്, ചില നിമിഷങ്ങളാണ് എന്നുള്ളവ ഉൾക്കൊള്ളുക ആദ്യം തന്നെ. സോ നിങ്ങൾ എന്തിനു പുറകെയാണോ അധികമായി പ്രവർത്തിക്കുന്നത്, എന്തിനു പുറകെയാണോ അധികമായി ചിന്തിക്കുന്നത്, അതായി നിങ്ങൾ തീരുകയും ചെയ്യും. മനസ്സിലായെന്ന് തോന്നുന്നു. അതെ, നിങ്ങൾ കൂടുതലായിട്ട് സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തേടുവാനും കാണുവാനും അനുഭവിക്കുവാനും കഴിയും. തിരിച്ച് നിങ്ങൾ ദുഃഖമാണ്, സങ്കടമാണ്, വിഷമമാണ് നിങ്ങൾ തേടുന്നെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് സന്തോഷം നമ്മളെ കൊണ്ട് തേടുവാൻ കഴിയുക? എങ്ങനെയാണ് സന്തോഷം തിരിച്ചറിയുവാൻ കഴിയുക? എങ്ങനെയാണ് സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മളിൽ നിന്ന് ബാലൻസ് ചെയ്ത് അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. സോ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ടെക്നിക്ക് അറിയുന്നതിന് മുന്നേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുകയും കോമൻറ്റ് ബോക്സിൽ ട്രിക്ക് എന്നൊന്ന് കോമൻറ്റ് ചെയ്യുകയും ഈ വീഡിയോ മറക്കാതെ എല്ലാവരിലോട്ടും എത്തുവാൻ വേണ്ടി ഒന്ന് മറക്കാതെ ഷെയർ കൂടി ചെയ്യുക. യൂട്യൂബ് ലിങ്ക് ഞാൻ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള നന്മകളെ നമ്മൾ തിരിച്ചറിയുക. ആ കാര്യങ്ങളെ നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് ചെയ്ത് ആത്മാർത്ഥമായി നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഈ യൂണിവേഴ്സൽ ക്രിയേറ്ററിനോട്, ആ ദൈവത്തിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ആ വസ്തുക്കൾക്കും അവ നൽകിയ ആ ക്രിയേറ്ററിനും നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം? എനിക്ക് ഇരു കരങ്ങൾ നൽകിയതിന് നന്ദി, എനിക്ക് നടക്കുവാനും ചാടുവാനും ഓടുവാനും ഉള്ള കാലുകൾ സമ്മാനിച്ചതിന് നന്ദി, കാഴ്ചകൾ കാണുവാനുള്ള സന്തോഷവും കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന കാഴ്ചകൾ കാണുവാൻ കണ്ണുകൾ നൽകിയതിന് നന്ദി, എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നതിന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ കാതുകൾക്ക് നന്ദി. ഇങ്ങനെ ആ ഓരോ ശരീര വസ്തുക്കളുടെയും അവയവങ്ങളുടെയും ഓരോ സ്പെഷ്യാലിറ്റി, അവ എന്തിനെല്ലാം ഉള്ള പാർട്സുകളാണ് എന്ന് എടുത്ത് ലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ അഫേം ചെയ്യുക, പറയുക, ഇന്ന പാർട്സുകൾക്ക് ഇന്ന കാര്യങ്ങൾക്ക് നന്ദി, അത് നൽകിയ എൻ്റെ ക്രിയേറ്റർക്ക് നന്ദി. നിങ്ങൾ ഏത് രീതിയിലാണോ വിളിക്കുന്നത് ആ രീതിയിൽ ആ ഗോഡിനെ നിങ്ങൾ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ. നിങ്ങൾ എത്രത്തോളം നന്ദി പ്രകടിപ്പിക്കുന്നുവോ അത്രത്തോളം പുതിയ നന്ദികൾ പറയാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും നിങ്ങൾക്ക് കഴിയും. നന്ദി എന്ന വാക്കുകൾ കൊണ്ട് ഒരുപാട് നന്ദി പറയേണ്ട സാഹചര്യങ്ങൾ ഈ ലോകത്തിൽ ഒരുപാട് പേർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് മുതൽ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ കൂടുതൽ അനുഭവിക്കുവാനും നിങ്ങളിലോട്ട് വന്നു ചേരുവാനും സാധ്യതയുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.